വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്ലാന്റ് ന്യൂട്രീഷൻ കാറ്റഗറിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന അഗ്രി ഹ്യൂമിക്, അഗ്രി നാനോടെക്, അഗ്രി ഗോൾഡ്, അഗ്രി മോസ് എന്നീ പ്രോഡക്ട്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അഗ്രി ഹ്യൂമിക്, ഹ്യൂമിക് ആസിഡ്, പെൽവിക് ആസിഡ് എന്നൊക്കെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. വൈക്കോൽ പോലെയുള്ള ജൈവവസ്തുക്കൾ അഴുകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഹ്യൂമിക്. ഇത് കൃഷിക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നുണ്ട്. മണ്ണിനകത്തുള്ള പോഷകങ്ങളെ ആഗിരണം ചെയ്യാനുള്ള ചെടിയുടെ കഴിവിനെ മെച്ചപ്പെടുത്തുകയാണ് ഇവയുടെ പ്രധാന കർമ്മം. സെക്കൻഡറി റൂട്ട്സ് അഥവാ ചെടിയുടെ വെള്ളവേരുകളുടെ വളർച്ച വർദ്ധിപ്പിക്കുകയും മാക്സിമം പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള വിധത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. മണ്ണിന്റെ സ്വാഭാവിക ഘടന നിലനിർത്തുകയും വളക്കൂർ നൽകുകയും ആവശ്യ സൂക്ഷ്മജീവികളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിന്റെ pH ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ക്വാളിറ്റിയും സൈസും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. അതിന്റെ കൂടെ തന്നെ ആവശ്യത്തിന് മിനറൽസും പോഷകങ്ങളും നൽകുന്നതുകൊണ്ട് വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷവും വാടിപ്പോവാതെ ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. ഇനി ഇതിന്റെ ഉപയോഗ രീതി എങ്ങനെയെന്ന് നോക്കാം. സീഡ് ട്രീറ്റ്മെന്റ്, അതായത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും വളർച്ച മെച്ചപ്പെടുത്താനുമായി വിത്തിനെ ട്രീറ്റ് ചെയ്യാൻ അഗ്രി ഹ്യൂമിക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ 1 കിലോഗ്രാം വിത്തിന് 5 മുതൽ 10 ml വരെ അഗ്രി ഹ്യൂമിക്കാണ് ഉപയോഗിക്കേണ്ടത്. 1 കിലോഗ്രാം വിത്ത് നനയാൻ ആവശ്യമായ വെള്ളമെടുത്ത് അതിലേക്ക് 5 മുതൽ 10 ml വരെ അഗ്രി ഹ്യൂമിക് മിക്സ് ചെയ്യുക. എന്നിട്ട് വിത്ത് നനച്ചു വെച്ച് അന്ന് തന്നെ വിതയ്ക്കേണ്ടതാണ്. റൂട്ട് ട്രീറ്റ്മെന്റ്, പ്രത്യേകിച്ച് പറിച്ചു നടുന്ന ചെടികൾക്കെല്ലാം വേരുകൾ ട്രീറ്റ് ചെയ്യുന്നത് ബെറ്റർ റിസൾട്ട് നൽകുന്നു. 1 ലിറ്റർ വെള്ളത്തിൽ 2 മുതൽ 4 ml വരെ അഗ്രി ഹ്യൂമിക് മിക്സ് ചെയ്ത് പറിച്ചുവെച്ച ചെടികളുടെ വേരുകൾ ഈ മിക്സിൽ വെച്ച് ഏതാനും മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും നടാവുന്നതാണ്. സോയിൽ അപ്ലിക്കേഷൻ, മണ്ണിന്റെ ഘടന വർദ്ധിപ്പിക്കാനും സ്വാഭാവികത തിരിച്ചു കൊണ്ടുവരാനുമാണെങ്കിൽ പാടം കിളക്കുന്നതിന് 3-4 ദിവസം മുൻപ് ഇത് മണ്ണിൽ സ്പ്രേ ചെയ്തോ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയോ അപ്ലൈ ചെയ്യണം. 1 ഏക്കർ ഭൂമിക്ക് 500 മുതൽ 600 ml ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് മണ്ണിനെ സോഫ്റ്റ് ആക്കുകയും ഓക്സിജൻ കണ്ടന്റ് മെച്ചപ്പെടുത്തുകയും കിളക്കാൻ എളുപ്പമാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല സോയിൽ പൊറോസിറ്റി, അതായത് വേരുകൾക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ സ്പേസ് നൽകാനും സഹായിക്കുന്നുണ്ട്. മണ്ണിന്റെ pH വാല്യൂ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഫോളിയാർ അപ്ലിക്കേഷൻ, ചെടിക്ക് ഇലകളിലൂടെയും പോഷകങ്ങളെ ആഗിരണം ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു മാർഗമാണ്. ഇങ്ങനെ ഫോളിയാർ അപ്ലിക്കേഷൻ ആണെങ്കിൽ ലിക്വിഡ് വളങ്ങളുടെ കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ ബേസ് ആയിട്ട് അഗ്രി ഹ്യൂമിക് 2 മുതൽ 4 ml വരെ ഉപയോഗിക്കാം. ഓർക്കുക, അഗ്രി 82ഉം അഗ്രി ഹ്യൂമിക്കും ബേസ് പ്രോഡക്ട്സ് ആണ്. വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ ബ്രേക്ക് ചെയ്ത് ആഗിരണം മെച്ചപ്പെടുത്താൻ അഗ്രി 82 സഹായിക്കുന്നു. അതേസമയം വിളകളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും മണ്ണിന്റെ സ്വാഭാവികത നിലനിർത്താനും അഗ്രി ഹ്യൂമിക് സഹായിക്കുന്നു.